വർഷം 1306 ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ മൈനുകളിൽ നിന്നും ഒരു വളരെ വലിയ ഡയമണ്ട് അവിടെയുള്ള ആളുകൾ കണ്ടെത്തുകയാണ്. ഇത്രയും വലിയ ഡയമണ്ട് അവർ അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. എന്നാൽ അവർ കണ്ടെത്തിയത് വെറും ഒരു ഡയമണ്ട് ആയിരുന്നില്ല, മറിച്ച് ഇത് ആരെല്ലാം കൈവശം വെക്കുന്നുവോ അവരെല്ലാം വലിയ ദുരന്തങ്ങൾക്ക് ഇരയാവാറുണ്ടായിരുന്നു. എന്തിന് ചിലർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും വരെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഡയമണ്ട് ഇത്രയ്ക്ക് നാശം വിതയ്ക്കുന്നത്? ആരെല്ലാമാണ് ഈ ഡയമണ്ട് കാരണം തകർച്ചയിലായിട്ടുള്ളത്? അതുപോലെ തന്നെ ഇന്ന് ഈ ഡയമണ്ട് ആരുടെ അടുത്താണ്? സോ ഇന്ന് ക്രൈസിപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടതും അതുപോലെ തന്നെ വിലമതിക്കാനുമാവാത്തതായിട്ടുള്ള കൊഹിനൂർ എന്ന ഡയമണ്ടിന്റെ അടുത്തേക്കാണ്. നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വജ്രത്തിന്റെ ആദ്യത്തെ ഉടമയായി ചരിത്രകാരന്മാർ പറയുന്നത് 1306 മാൽവ രാജാവിനെയാണ്. ഇതിനു മുൻപ് മറ്റുള്ള ഉടമകൾ ഉണ്ടോ ഇല്ലയോ എന്നത് തീർത്തും ഒരു സംശയമായി ഇന്നും തുടരുന്നു. പിന്നീട് മുഗൾ ഭരണാധികാരികൾ മാൽവ രാജവംശത്തെയും ഒപ്പം മറ്റുള്ള നോർത്തിലെ രാജ്യങ്ങളെയും ആക്രമിക്കുകയുണ്ടായിരുന്നു. ആ ഡയമണ്ടും മുഗൾ ചക്രവർത്തിമാർ എടുക്കുകയായിരുന്നു. അതിനുശേഷം മുഗൾ ഭരണാധികാരികൾക്ക് ഒരു തലവേദനയായി മാറുകയായിരുന്നു അത്. ഇത് ആദ്യം ഉപയോഗിച്ച ബാബർ ചക്രവർത്തി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയായിരുന്നു. പിന്നീട് ആ ഡയമണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഹുമയൂണായിരുന്നു കൈവശം വെച്ചിരുന്നത്. പിന്നീട് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം സ്റ്റേയേഴ്സിൽ നിന്നും താഴെ വീണ് മരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ ചക്രവർത്തിയായ നാദർ ഷാ ഹർണൽ യുദ്ധത്തിൽ മുഗൾ രാജവംശം കീഴടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ആ ഡയമണ്ടും അയാൾ കൈവശം വയ്ക്കാൻ തുടങ്ങി. എന്നാൽ ആ ഡയമണ്ടിന്റെ ശാപം അയാളെയും ബാധിക്കുകയാണ്. അയാൾ ഒരുപാട് വസ്തുക്കൾ മുഗൾ വംശത്തിൽ നിന്നും ശേഖരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഡയമണ്ട് കാണുന്നത്. പിന്നീട് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചക്രവർത്തി നാദർ ഷായെ ഒരാൾ പിന്നിൽ നിന്നും കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അഹമ്മദ് ഷാ അബ്ദാലി എന്ന ആളായിരുന്നു പിന്നീട് ആ ഡയമണ്ട് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അതിന്റെ ശാപം അയാളിലും വന്നു പെടുകയായിരുന്നു ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് 20-ൽ കൂടുതൽ യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടതായി വരികയായിരുന്നു. ഇതിൽ കൂടുതൽ യുദ്ധങ്ങളും മറാത്തികൾക്കും മുഗൾ രാജവംശത്തിനും സിഖുകൾക്കും എതിരെയായിരുന്നു. അയാൾ മരണപ്പെട്ടത് ക്യാൻസർ, ത്വക്ക് രോഗം, അസ്ഥിക്ക് ഇൻഫെക്ഷൻ എന്നിങ്ങനെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ കാരണമായിരുന്നു. മരണക്കിടക്കയിൽ അയാൾ തീർത്തും വിരൂപനായിരുന്നു. അതായത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മോശമായിരുന്നു അയാളുടെ ശരീരം മുഴുവനും. പിന്നീട് രഞ്ജിത് സിംഗ് എന്ന സിഖ് രാജാവായിരുന്നു ഡയമണ്ട് കൈവശം വെച്ചത്. അഹമ്മദ് ഷായിൽ നിന്നും യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയ ഒരുപാട് സ്വത്തുവകകൾക്കിടയിലായിരുന്നു ഈ ഡയമണ്ട് ഉണ്ടായിരുന്നത്. എന്നാൽ രഞ്ജിത് സിംഗും വളരെ ദാരുണമായി സ്ട്രോക്ക്, പാരാലിസിസ് എന്നീ രോഗങ്ങൾ കാരണം സംസാരിക്കാൻ പോലും സാധിക്കാതെയായിരുന്നു മരിച്ചത്. പിന്നീട് ആ രാജവംശം തകരുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ അധികാരത്തിൽ വരികയായിരുന്നു. പിന്നീട് ഇത് കൈവശം വെച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും വലിയ രീതിയിലുള്ള തകർച്ച നേരിടേണ്ടി വരികയായിരുന്നു. പിന്നീട് ഇന്ന് നിലവിൽ ആ ഡയമണ്ട് ഉള്ളത് ബ്രിട്ടീഷ് രാജവംശത്തിലാണ്. അവിടെയും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. 1849 ആ വജ്രം ക്വീൻ വിക്ടോറിയയുടെ കിരീടത്തിൽ വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കിരീടം കൈവശം വെച്ച അവരുടെ ഭർത്താവ് ആൽബർട്ട് 42-ാം വയസ്സിൽ അസുഖം ബാധിച്ച് മരിക്കുകയായിരുന്നു. പിന്നീട് അത് കൈവശം വെച്ച കിങ് എഡ്വാർഡ് 7-ാമൻ, അതായത് അവരുടെ മകനും ഒരുപാട് രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നേരിടേണ്ടി വരികയാണ്. പിന്നീട് കിങ് ജോർജ് 5-ാമനെ ഇന്ത്യയിൽ വെച്ച് ഒരാൾ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ആ വജ്രം സ്ത്രീകൾ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ശാപം സ്ത്രീകൾക്ക് ഇന്നേ വരെ അഫക്ട് ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ ഇന്നീ വജ്രം ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ സ്ത്രീകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 105.6 ക്യാരറ്റ് ഉണ്ട് ഈ ഡയമണ്ടിന്. ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ ഡയമണ്ടിന് 150 ക്യാരറ്റ് വരെ ഭാരമുണ്ടായിരുന്നു. ഇത് തീർത്തും വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. കാരണം ചരിത്രത്തിലെ ഒരുപാട് രാജവംശങ്ങളിലൂടെ കൈമാറി വന്ന ഡയമണ്ടാണിത്. ഇതിന്റെ ശാപം സത്യത്തിൽ ഉള്ളത് തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും.